ഹെഡ്ജ്. കാര്യം സാമ്പത്തികമാണ്. എനിക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് പൈസ തരാനുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു മടിയില്ലാതാണ്. കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെ ചോദിക്കും എന്നുള്ള. എനിക്ക് പൈസ ചോദിക്കാൻ ഒരു മടിയില്ല. കാരണം ഞാൻ ചെയ്ത വർക്കിനുള്ള പൈസയാണ് ചോദിക്കുന്നത്, കടം ചോദിക്കുകയല്ല. എപ്പോഴും എനിക്ക് അങ്ങനെ സ്പെൻഡിങ് ഇല്ലായിരുന്നു. ഐ യൂസ് ടു സേവ് മണി. 100 റുപ്പീസാണ് കിട്ടുന്നതെങ്കിൽ 10 റുപ്പീസ് വെച്ചിട്ട് 90 റുപ്പീസ് അയക്കും. അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചിന്തിക്കൂലല്ലോ. ഈ 10 റുപ്പീസ് വെച്ച് ഞാൻ ജീവിച്ചോളൂ. അപ്പം അങ്ങനെ ഞാൻ അയച്ച കുറച്ച് പൈസ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു, ഒരു 3 years. അന്നേരം സിനിമയും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ സർവൈവ് ചെയ്തത് ഞാൻ അന്ന് അയച്ച പൈസയിലാണ്. ബാക്കപ്പ് വെച്ചിട്ട് വരുന്നതാണോ എപ്പോഴും നല്ലത് നമ്മൾ ഇൻഡസ്ട്രിയിൽ? ഇതൊട്ടും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫീൽഡല്ല. നമ്മൾ ഒരുപാട് ഗ്ലാമറും ഫെയിമും മണിയും ഒക്കെ വിചാരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സ്ലാപ്പ് ഓൺ ദി ഫേസ് പോലെ ആയിരിക്കും. ഇതൊന്നുമല്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഇപ്പം മൂവിയിൽ നോർമലി പേയ്മെന്റ്സ് ഒക്കെ എപ്പോഴും റെഗുലർ ആയിരുന്നു, അതോ നിങ്ങൾ പോയി ചോദിച്ചുകൊണ്ടിരിക്കണോ കിട്ടാൻ വേണ്ടി? എനിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. ഇന്നിടാം അല്ലെങ്കിൽ നാളെ ഇടാം എന്ന് പറയും, പിന്നെ നാളെ ആകുമ്പോൾ വരില്ല. ആൾക്കാരുടെ മൈൻഡിലുള്ളൊരു സംഭവമാണ്. സിനിമാക്കാരെന്ന് പറയുന്നത് ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ലൈഫ് അങ്ങനെയാണ്, നോർമൽ അല്ല എന്നുള്ളൊരു ഇത് എനിക്കും ഉണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്. ടിൽ സിനിമയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ളവർ ചെയ്യുന്ന ജോലി പോലെ നമ്മളും ചെയ്യുന്നൊരു ജോലിയാണ് സിനിമ. ചില ജോലികളെക്കാളും കൂടുതൽ ശമ്പളം നമുക്ക് സിനിമയിലുണ്ട്. Today we have with us extremely talented, beautiful, vibrant and young actress Aparna Das. So Aparna, welcome to Karyam Samadhikamana with Anushri Das. താങ്ക് യു സോ മച്ച്. അപ്പൂന്നല്ലേ വിളിക്കുക അല്ലേ? അതെ അതെ. അപ്പോൾ അതാണ് കംഫർട്ടബിൾ. അപ്പോൾ അപ്പൂന് ചെറുപ്പം മുതൽക്കേ ഇത് ഡ്രീം ആയിരുന്നോ മൂവി എന്ന് പറയുന്നത്, അതോ ഓൺ ദ വളരും തോറും അത് ആ ഒരു ഡ്രീമിലേക്ക് എത്തിയതാണോ? എൻ്റെ ഒരു ഓർമ്മ വെച്ച ടൈം മുതൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അത് എനിക്കും ഓർമ്മയുണ്ട്, എൻ്റെ പേരൻസ് പറഞ്ഞു എനിക്കറിയാം. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിലെ ഈ റിമോട്ടൊക്കെ എടുത്ത് പോയി എന്താ പേര്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓരോ പ്രാവശ്യം ഓരോ പേര് മാറ്റി മാറ്റി പറയായിരുന്നു. പേരെന്താ, ഏത് പാട്ടാ വേണ്ടേ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഓൺ ദ ഗോ ഞാനിങ്ങനെ ആക്ടേഴ്സിനെയും നടിമാരെയൊക്കെ കാണുമ്പം മാഗസീൻ കവേഴ്സൊക്കെ കാണുമ്പോൾ ഇറ്റ് ലുക്ക്ഡ് വെരി ഫാൻസി. അന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വാവ് ഇവരൊക്കെ എന്ത് സുന്ദരികളാ, പീപ്പിൾ നോ ദെം, ദേ ലിവിങ്, അങ്ങനെയൊക്കെ. ആക്ടിങ് എന്നുള്ളൊരു കാര്യമല്ലായിരുന്നു, മെയിൻലി ആ ഫെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് നമ്മളെ അട്രാക്ട് ചെയ്തത്. പോകെ പോകെ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ഐ ഓൾസോ ലൈക്ക് ദ ആർട്ട് ഓഫ് ഇങ്ങനെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ, നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ കുറച്ചുകൂടെ പ്രായമായി. പക്ഷേ ഐ ഓൾവേസ് ന്യൂ ഐ വാണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പം ബീങ് ഒരു ഇപ്പം പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്തും അങ്ങനെയൊക്കെ വന്നപ്പം ലൈക്ക് ഡിഡ് യു ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു എൻറ്റർ ദ ഫീൽഡ്? പിന്നെ അതൊരു വലിയ അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഡ്രീമാന്നുള്ളൊരു പോലത്തെ ഒരു ഫീലിംഗ് തോന്നിയോ? ഓണസ്റ്റ്ലി എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ എനിക്ക് പരിചയത്തിൽ ആരും സിനിമയിലില്ലായിരുന്നു. പിന്നെ ഞാൻ എൻറ്റയർലി അവേ ഫ്രം ദി കൺട്രി ആയിരുന്നു എൻ്റെ ആ ഒരു ടൈം എത്തിയപ്പം. അഭിനയിക്കാൻ ഇപ്പം പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇനി ഇറങ്ങാം എന്നുള്ളൊരു സമയത്ത് ഞാൻ മസ്കറ്റിൽ വർക്കിംഗ് ആയിരുന്നു. സോ ദെൻ ഐ വാസ് തിങ്കിങ് ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്, വെയർ ടു ഗോ. അങ്ങനെ അപ്പോഴൊക്കെയാണ് നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിംഗ് കോൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതുകൊണ്ട് ദാറ്റ് വാസ് മൈ ഓൺലി ഓപ്ഷൻ. പിന്നെ ടിക്ടോക്കൊക്കെ വന്ന സമയം, അപ്പം ആൾക്കാരൊക്കെ അതൊക്കെ യൂസ് ചെയ്തിരുന്ന സമയം. അപ്പം അങ്ങനെയൊക്കെ ഒരു വഴിയുള്ളതുകൊണ്ട് I never thought it is impossible for me. I knew someday I'm anyway getting into the movie. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലയെന്ന് I knew. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ എത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങനെ എത്തുമെന്ന് അറിയില്ല, പക്ഷെ എത്തി. ഹൗ ഡിഡ് യു കം ടു, എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ആ സമയത്ത് എന്തൊക്കെയോ വീഡിയോയോ ഫോട്ടോയോ എൻ്റെ ഫോട്ടോ എൻ്റെ ഒരു റൂട്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഐ ഫീൽ ഇറ്റ് വാസ് റൈറ്റ്. Because after my MBA, I was like, okay, I also worked ഒരു 3 years with MBA. I was also working. അപ്പം ഞാനിങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പം ഞാൻ വിചാരിച്ചു, പണ്ടൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആയിരിക്കുമല്ലോ, അത് പബ്ലിക് ആക്കുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതായത് നമ്മളിടുന്ന ഫോട്ടോസ് എല്ലാം നമ്മളെ പരിചയക്കാരല്ലാതെ ആൾക്കാരിലേക്ക്. അപ്പോൾ ഒരു ഡേ ഐ വാസ് ഡിസൈഡിങ്, ഓക്കെ ഇനി എൻ്റെ അക്കൗണ്ട് ഒന്ന് പബ്ലിക് ആക്കാം,
സോ ദെൻ മേ ബി അത് ആൾക്കാരിലേക്ക് എത്താം, അല്ലെങ്കിൽ ആരെങ്കിലും ഡയറക്ടേഴ്സോ അങ്ങനെ. ദെൻ ഐ ഡിസൈഡ് ഓക്കെ ഇനി എനിക്കൊരു പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യണം. എന്നിട്ട് ആ സമയത്ത് ഞാൻ ഏതൊരു ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്ത് ഐ പെയ്ഡ് മ റിയലി ബിഗ് എമൗണ്ട്. എനിക്ക് ആ സമയത്ത് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. വലിയൊരു പൈസയൊക്കെ കൊടുത്ത് അന്ന് ഷൂട്ടൊക്കെ ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ട് അങ്ങനെ എന്തോ ഒരു ഇത് വേറെ ഏതോ ഒരു പേജ് എടുത്ത് റീപോസ്റ്റ് ചെയ്ത് അത് നമ്മുടെ സത്യൻ സാറിൻ്റെ മോൻ അഖിൽ സത്യൻ കണ്ട് അഖിലേട്ടനാണ് എന്നെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെസ്സേജ് അയച്ച് അങ്ങനെ പിന്നെ ഞാൻ ലീവിന് വരുന്ന സമയവും എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യുന്നത്. ഞാൻ പ്രകാശൻ കണ്ടിട്ടാണ് എന്നെ മനോഹരം വിനീതേട്ടൻ്റെ പടത്തിൽ വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ആക്ച്വലി ഓക്കെ ആയിരുന്നോ ഈ മൂവി ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നത്? വേറെ ദേ സപ്പോർട്ടീവ്? because they knew that I always wanted to be. അതവർ ചെറുപ്പം മുതൽ കാണുന്നതുകൊണ്ട് പെട്ടെന്നൊരു സർപ്രൈസ് ആയിരുന്നില്ല. സോ ദേ ഓൾവേസ് ന്യൂ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ എത്തും എന്നുള്ളത്. ഇറ്റ് വാസ് ഓക്കെ ഫോർ ദം. ആക്ച്വലി എൻ്റെ അനിയനായിരുന്നു പെട്ടെന്നൊരു ഷോക്ക്. അവനിങ്ങനെ നീ സിനിമയിലോ നീയോ അങ്ങനെയൊക്കെ ആദ്യം. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹി വാസ് ഓൾസോ ഓക്കെ. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ എന്തോ നമുക്ക് അറിയാത്തൊരു സ്ഥലം പോലെയാണല്ലോ. പാരൻസ് ആക്ച്വലി അബ്രോഡ് ആണെന്നല്ലേ ആയിരുന്നു. ഇപ്പോഴും അവർ പുറത്ത് തന്നെ? ഇപ്പോഴും അവിടെ തന്നെ. എപ്പോഴും പാരൻസ് പുറത്തായിരിക്കുമ്പം കുറച്ച് നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? മീൻസ് അങ്ങനെ ഒരു ഫീലിംഗ് അവർ തന്നിരുന്നോ വീട്ടിലതോ കുറച്ച് റെസ്ട്രിക്റ്റീവ് ആയിട്ട് തന്നെയാണോ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വളർത്തിയിരുന്നത്? ഞാൻ രണ്ടും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛന് ഒരു ദുബായിൽ ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആസ് എ ഫാമിലി ഭയങ്കര ക്രൈസിസ് അനുഭവിച്ച് ബിക്കോസ് ഐ എം ദി എൽഡർ കിഡ് ഓഫ് ദ ഹൗസ്. എല്ലാം മൂത്ത മക്കളാണല്ലോ എല്ലാം അറിയാം. അപ്പം എനിക്ക് ക്ലിയർലി എൻ്റെ വീട്ടിൽ നടക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ പറ്റി വളരെ ധാരണയോടുകൂടി ഐ മെയ്ഡ് ഷുവർ എൻ്റെ അനിയൻ അത്രയും അറിയില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ പേരൻസിനേക്കാളും ഞാൻ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് അവനിലേക്ക് അറിയിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഭയങ്കര ഇതൊക്കെ അറിഞ്ഞു തന്നെയാണ്. ആ സമയത്ത് എനിക്ക് നമ്മുടെ ഫാമിലിക്ക് ഭയങ്കരമായിട്ടൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ബെറ്റർ ആവുന്നൊരു ഫേസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ രണ്ടും അറിഞ്ഞു തന്നെ വളർന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഹാപ്പിയാണ്, സെക്യൂർഡാണ്. ഇപ്പം ഞാൻ സ്വന്തം ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതും കഴിഞ്ഞ് കുറച്ച് വർഷമായിട്ട് ഇപ്പോൾ കുറേയും കൂടെ ഞാൻ ഫിനാൻഷ്യലി എനിക്കൊന്ന് കുറച്ചുകൂടെ സ്റ്റേബിളാണ്. പക്ഷേ അതല്ലാത്തൊരു സ്റ്റേജും ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാരൻസ് തന്നെയാണോ ഇനീഷ്യലി ഇപ്പോൾ ഈ മൂവിയിലൊക്കെ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നത്? ഇനീഷ്യലി അല്ല, ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്തിരുന്നു. അപ്പം വർക്ക് ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും പറയും ഇവൾക്ക് ശമ്പളം കിട്ടിയ പിറ്റേ ദിവസം ഇവൾ നാട്ടിലേക്ക് അയക്കും എന്നുള്ളത്. സോ ഐ ബേസിക്കലി അപ്പോഴും എനിക്ക് അങ്ങനെ സ്പെൻഡിങ് ഇല്ലായിരുന്നു. ഐ യൂസ് ടു സേവ് മണി. എനിക്ക് ആ ഒരു സംഭവം എനിക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ നാട്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മസ്കറ്റിൽ നിന്ന് കുറച്ച് പൈസ വെക്കും. ഇപ്പോൾ ഒരു 100 റുപ്പീസാണ് കിട്ടുന്നതെങ്കിൽ 10 റുപ്പീസ് വെച്ചിട്ട് 90 റുപ്പീസ് അയക്കും. അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചിന്തിക്കില്ലല്ലോ. ഈ 10 റുപ്പീസ് വെച്ച് ഞാൻ ജീവിച്ചോളും. അപ്പം അങ്ങനെ ഞാൻ അയച്ച കുറച്ച് പൈസ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്ന് ഒരു മനോഹരം ഇറങ്ങി ഒരു കുറച്ച് ദിവസത്തിലാണ് നമുക്ക് ലോക്ക്ഡൗണും. എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു ഒരു 3 ഇയേഴ്സ്, ഒരു 2.5 ഇയേഴ്സ് മോസ്റ്റ്ലി. അന്നേരം സിനിമയുമില്ല ഒന്നുമില്ല. അപ്പം ഞാൻ സർവൈവ് ചെയ്തത് ഞാൻ അന്ന് അയച്ച പൈസയിലാണ്. ബിക്കോസ് ഞാൻ അപ്പോഴേക്കും ഇവിടെ വന്നു, ഫ്ലാറ്റ് റെൻറ്റിനെടുത്തു, കൊച്ചിയിൽ താമസം മാറി, അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ അപ്പം നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് വെച്ചിട്ട് വരുന്നതാണോ എപ്പോഴും നല്ലത് നമ്മൾ ഇൻഡസ്ട്രിയിൽ? ഷുവർ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണും പൂട്ടി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അഗെയിൻ അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ സിനിമയിലുള്ള എല്ലാവർക്കും എല്ലായ്പ്പോഴും ടെൻഷനാണ്. കാരണം ഒരു മന്ത്ലി ശമ്പളം കിട്ടുന്നൊരു ജോലി പോലെയല്ല സിനിമ. ഇപ്പം ഈ കഴിഞ്ഞ സിനിമയിൽ കിട്ടിയ പൈസ അടുത്ത ഒരു കുറച്ച് കാലത്തിൽ ഒരു സിനിമ ഇല്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം വി റിയലി ഡോണ്ട് നോ വെൻ ദ നെക്സ്റ്റ് മൂവി വിൽ ഹാപ്പൻ, വെൻ ദ നെക്സ്റ്റ് മണി വിൽ കം എന്നുള്ള സിനിമയിലുള്ള എല്ലാവർക്കും ഉള്ളൊരു അൺടിൽ ആൻഡ് അൺലെസ് നമ്മുടെ സേവിങ്സും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് എന്ത് ചെയ്തില്ലേലും നമുക്ക് പൈസ വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിടത്തോളം സിനിമയിൽ വരുന്ന എല്ലാവർക്കും ടെൻഷനായിരിക്കും. അപ്പം ബാക്കപ്പും കൂടി ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം
എൻ്റെ അടുത്ത് സിനിമയിൽ വരുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞൊരു അഡ്വൈസായിരുന്നു, ഇതൊട്ടും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫീൽഡല്ല. ഇപ്പം നമ്മൾ ഒരുപാട് ഗ്ലാമറും ഫെയിമും മണിയും ഒക്കെ വിചാരിച്ച് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സ്ലാപ്പ് ഓൺ ദി ഫേസ് പോലെ ആയിരിക്കും. ഇതൊന്നുമല്ല, ആദ്യത്തെ സിനിമ കഴിഞ്ഞാൽ ഒരു വേവ് പോലെ, സിനിമ ഇസ് ജസ്റ്റ് ലൈക്ക് എ വേവ്. അത് സത്യമാണ്. അതായത് ആ ഒരു റിലീസിനോടനുബന്ധിച്ച് കുറേ സംഭവങ്ങളും കുറേ ആൾക്കാരും കുറേ മീഡിയം കാര്യങ്ങളും വരും. അത് കഴിഞ്ഞാൽ അത് കാം ഡൗൺ ചെയ്യുന്ന സമയമുണ്ടാകും. യു റിയലി ഡോണ്ട് നോ വെൻ ദ നെക്സ്റ്റ് വിൽ ഹാപ്പൻ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഇപ്പം മൂവിയിൽ വന്നതിന് ശേഷം കിട്ടിയ ഫസ്റ്റ് റെമ്യൂണറേഷൻ ഓർമ്മയുണ്ടോ? അതെന്ത് ചെയ്തു? 15,000 rupees ആയിരുന്നു. ഞാൻ പ്രകാശനിൽ ഞാൻ ഒരു 4-5 ഷോട്ടിലേ ഉള്ളൂ. സോ ഐ വാസ് എക്സ്പെക്റ്റിംഗ് പേയ്മെൻറ്റ്, അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ച് ചെയ്ത് പൈസയോ അല്ലെങ്കിൽ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് വന്ന ദിവസം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കാരവൻ, ആ സമയത്ത് വേറെ ആർട്ടിസ്റ്റോ അങ്ങനെ ക്രൗഡഡ് അല്ലായിരുന്നു സെറ്റ്. ദർ വാസ് എൻ എംപ്റ്റി കാരവൻ. അപ്പം ഒരു കാരവാൻ്റെ ഡോറ് എനിക്ക് തന്നു. അപ്പം ഞാൻ ഫസ്റ്റ് കയറുമ്പോൾ എൻ്റെ അമ്മ ഇതാണോ കാരവൻ, അങ്ങനത്തെ ഒരു അപ്പം ഞാനും എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അത് ലൈക്ക് കോസ്റ്റാർസ് ഒക്കെ വെറുതെ അക്സെപ്റ്റിംഗ് യു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യൻ അന്തിക്കാടിൻ്റെ പടമായിരുന്നു. അപ്പോൾ സത്യൻ സാറിൻ്റെ സെറ്റിൽ ബേസിക്കലി എല്ലാ ആർട്ടിസ്റ്റുകളും, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഒന്നാമത് ആദ്യത്തെ സിനിമ, രണ്ടാമത് ആ വലിയൊരു സിനിമയിൽ ചെറിയൊരു ഭാഗം ചെയ്യുന്നവർ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പോർഷൻ കഴിയുന്നത് വരെ they treated me like I am doing one of the major role in that movie. Even the director, even all the directors team അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച് ഇൻക്ലൂഡിങ് ഫഹദ് ആണെങ്കിൽ പോലും എനിക്ക് ഒരു ഷോട്ടാണെങ്കിലും ദ റെസ്പെക്റ്റ് ദേ ഗേവ് വാസ്, ആ സെറ്റ് അങ്ങനെയായിരുന്നു. ആ ഒരു സത്യനന്ദിക്കാട് സെറ്റ്, ആ ഒരു സെറ്റിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ചോദിച്ചാലും അറിയാം, ഹീ ഈസ് ബേസിക്കലി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഫാമിലി. നമ്മൾ ആദ്യം പോയപ്പോൾ തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സേതു മണ്ണാർക്കാടായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം സേതു സാർ വന്നിട്ട് ഒരു എൻവലപ്പ് ഇങ്ങനെ തന്നു, ഒരു ചെറിയ ഗിഫ്റ്റ് അങ്ങനെ. അപ്പം ഞാൻ ഓക്കെ സന്തോഷം വാങ്ങിച്ചു. വീട്ടിൽ പോയി എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തെടുത്തു. ഞാൻ 8th സ്റ്റാൻഡേർഡ് വരെ നാട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സോ ഐ ഗ്രൂ അപ്പ് വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ്. അപ്പം ഐ എം വെരി ക്ലോസ് ടു മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പം ഞാൻ ആ എൻവലപ്പ് ആദ്യം കൊടുത്തത് അമ്മമ്മയ്ക്കാണ്. അതിന് മുമ്പ് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിരുന്നല്ലോ. ഐ വാസ് ഓൾറെഡി വർക്കിംഗ്. സോ ദാറ്റ് വാസ് നോട്ട് മൈ ഫസ്റ്റ് സാലറി, ബട്ട് ദാറ്റ് വാസ് മൈ എന്താ പറയുക ഫസ്റ്റ് സാലറി ഓഫ് മൈ ഡ്രീം. എൻ്റെ സ്വപ്നത്തിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ്. അപ്പം ഐ ഗേവ് ഇറ്റ് അമ്മമ്മ. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിലും യു ഹാവ് വർക്ക്ഡ്, വേറെ ഇൻഡസ്ട്രിയിലും യു ഹാവ് വർക്ക്ഡ്. വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫീൽ? എന്താണ് ഒരു മേജർ ഡിഫറൻസ്? ഈവൻ ഒരു ഫിനാൻഷ്യൽ ടേംസിലാണെങ്കിലും ബാക്കി അല്ലാതെ വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ്? യു ഗുഡ് തിങ്സ് ആൻഡ് പോസിറ്റീവ് ആൻഡ് അല്ല, എനിക്ക് തോന്നുന്നത് പ്രോസസ് ഓഫ് എ മൂവി മേക്കിംഗ് ഇസ് ഓൾമോസ്റ്റ് സെയിം. നമ്മളിപ്പോൾ ഈ സെറ്റിൽ പോലെ തന്നെയാണ് വേറൊരു സെറ്റിൽ പോയാലും. ഈ ക്യാമറ ചെയ്യുന്നതാണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ ഡീലിംഗ് ആണെങ്കിലും എല്ലാം അതിലൊരു പ്രത്യേക സ്റ്റൈലൊന്നുമില്ല. ജസ്റ്റ് ദ ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ റെമ്യൂണറേഷൻ വൈസ് ദർ ഇസ് ഡിഫറൻസ്. അത് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തമിഴിലാണെങ്കിലും ഐ വർക്ക്ഡ് ഇൻ ഇതുപോലെ തെലുങ്കിലൊരു ചെറിയൊരു പാർട്ട് ഓഫ് എ മൂവി ഐ ഹവ് ഡൺ. പിന്നെ ഐ വർക്ക്ഡ് ഇൻ തമിഴ്. ഇപ്പോൾ ഐ എം ഡൂയിങ് എ മൂവി ഇൻ കന്നഡ. സോ അവിടെ നമുക്ക് മലയാളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ പേയ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ പടങ്ങളും കുറച്ചുകൂടെ വലുതായതുകൊണ്ടായിരിക്കാം ഐ ഗോട്ട് എ ബെറ്റർ പേയ്മെൻറ്റ് ദെയർ ഔട്ട് സൈഡ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതർവൈസ് ഇറ്റ്സ് ഓൾ ദ സെയിം. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് വിജയ് സർ? എങ്ങനെയായിരുന്നു? അതും എഗെയിൻ അതൊരു ഡ്രീമാണ്. ഇതൊന്നും അല്ലാത്തൊരാളായിരുന്നു ഞാൻ. ഇതിൽ ഇതൊക്കെ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഒരു ഹാപ്പിയാണ്. പിന്നെ ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന്, അതുപോലെ അതാണ് ഈ സത്യൻ സാറിൻ്റെ കൂടെ വരിക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ സത്യൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ എൻ്റെ പേരൊന്ന് മാറ്റുമോ, ബിക്കോസ് സാറാണ് നയൻതാര എന്ന് പേരിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറല്ലേ നയൻതാരയ്ക്ക് പേരിട്ട് എൻ്റെ പേര്. സാർ ഒന്നില്ല, അപർണ നല്ല പേരാ, മാറ്റണ്ടെന്നുള്ളത്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയായിരുന്നു. തമിഴിൽ ഫസ്റ്റ് ചെയ്യുമ്പം ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല തമിഴിലേക്ക് പോകുന്നു പോലും.
എനിക്കറിയില്ല ഇപ്പം മലയാളത്തിൽ അഭിനയിക്കുന്ന നടിമാർ ഒരു പോയിന്റ് കഴിയുമ്പോൾ തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോകുന്നു എന്ന് നമ്മൾ ഒരു ഔട്ട്സൈഡറിനെ പോലെ ഞാനും കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എഗെയിൻ അങ്ങനെ ഒരു റാൻഡം കോൾ വരുന്നു, ഇറ്റ്സ് ഹാപ്പനിങ്, ഐ മെറ്റ് വിജയ് സർ എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് ഒരു ഡ്രീം. പിന്നെ ബീസ്റ്റ് എന്ന് പറഞ്ഞ സെറ്റ് സർ എനിക്കൊന്ന് വർക്ക് ചെയ്തതിൽ ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റാണ് എല്ലാവരും പറഞ്ഞ് എനിക്കറിയാം. അതായത് പുള്ളി അത്രയും എല്ലാവരുമായിട്ടും കമ്പനിയായി അങ്ങനെ വർക്ക് ചെയ്തൊരു സെറ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും വി വർ ഓൾ ലക്കി ടു ബി പാർട്ട് ഓഫ് നമ്മുടെ ഒരു ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ഒരാൾ ആയിട്ട് തളപതി വിജയ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്ലോസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്നും വിളിച്ച് സംസാരിക്കുന്ന ആളെന്നല്ല, പക്ഷെ ഇപ്പം ഏതെങ്കിലും ഒരു ക്രൗഡിൽ കണ്ട ഹിസ് അപ്രോച്ചബിൾ. കറക്റ്റ്. ഇപ്പം മൂവിയിൽ നോർമലി പേയ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും റെഗുലർ ആയിരുന്നോ, അതോ നിങ്ങൾ പോയി ചോദിച്ചുകൊണ്ടിരിക്കണോ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി? യെസ്. അതായത് നമ്മൾ എനിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത ജോലിയുടെ പൈസ നമ്മൾ പോയി, അത് എനിക്കറിയാത്തൊരു വിഷയമായിരുന്നു സിനിമയിൽ വരുന്നത് വരെ. ഞാൻ വിചാരിച്ചത് അതിനും ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, കറക്റ്റ് സമയത്ത് അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ്. ഗ്രാൻഡായി എടുക്കുന്ന പോലെ അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത വർക്കിന് നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കുക, അപ്പം ഇന്നിടാം അല്ലെങ്കിൽ നാളെ ഇടാം എന്ന് പറയും, പിന്നെ നാളെ ആകുമ്പോൾ വരില്ല. ചിലപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങിൽ പോകുന്നതായിരിക്കും. ഇപ്പം എനിക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ സമയത്ത് ഈ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് അവർ പേയ്മെൻറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമ്മൾ വിളിക്കുക, ചേട്ടാ പൈസ ഇട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കും, എനിക്ക് അങ്ങനെ ഒരു മടിയില്ലാത്ത ആളാണ്. എനിക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് പൈസ തരാനുണ്ടല്ലോ. ആ പൈസ എനിക്ക് കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെ ചോദിക്കും എന്നുള്ളത്. എനിക്ക് പൈസ ചോദിക്കാൻ ഒരു മടിയില്ല, കാരണം ഞാൻ ചെയ്ത വർക്കിനുള്ള പൈസയാണ് ചോദിക്കുന്നത്, കടം ചോദിക്കുകയല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ചോദിച്ച് വാങ്ങുന്ന ആളാണ് എൻ്റെ പേയ്മെൻറ്റ് കറക്റ്റ്. കാരണം നിങ്ങൾ പറയുന്ന സമയത്ത് കറക്റ്റായി ഞാൻ വന്ന് അഭിനയിച്ച്, ചില സമയത്ത് നമ്മൾക്ക് പറഞ്ഞ ഡേറ്റിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, ബട്ട് ഐ എം ഹാപ്പി ടു ഡു ഇറ്റ്. പക്ഷേ അതേ രീതിയിൽ നമ്മളെ തിരിച്ചും നമ്മൾ കൊടുക്കുന്ന അതേ ഡെഡിക്കേഷൻ നമ്മളോട് തിരിച്ചും കാണിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. സോ ഐ വിൽ ആസ്ക് ഫോർ പേയ്മെൻറ്റ്. സിനിമയിൽ വന്നതിന് ശേഷം ലൈക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് നമുക്ക് ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരു അതിപ്പം എനിക്കില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എന്ത് രീതിയിലാണ് അതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ എന്നെ തന്നെ ക്യാരി ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ യെസ്. പ്രഷർ എന്ന് പറയാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഇപ്പം ഞാൻ ഐ സ്റ്റേ മെയിൻറ്റെയിൻ ദിസ് ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി, അങ്ങനെ പലരും ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഓ ഇതിലാണോ വരുന്നത്, അങ്ങനത്തെ ഒരു പ്രഷർ ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. ആക്ച്വലി സത്യം നമ്മൾ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രഷറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇനോഗ്രേഷന് പോവുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ പകുതിക്ക് അവർ ആ ടാക്സി നിർത്തി മാം ഞങ്ങൾ വേറൊരു വണ്ടി വിടാം എന്ന് പറയുന്നത് തന്നെ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് അത് ആൾക്കാരുടെ മൈൻഡിലുള്ളൊരു സംഭവമാണ്. സിനിമാക്കാരെന്ന് പറയുന്നത് ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ലൈഫ് അങ്ങനെയാണ്, നോർമൽ അല്ല എന്നുള്ളൊരു ഇത് എനിക്കും ഉണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്. ടിൽ സിനിമയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ളവർ ചെയ്യുന്ന ജോലി പോലെ നമ്മളും ചെയ്യുന്നൊരു ജോലിയാണ് സിനിമ. അപ്പം അതിൽ ചില ജോലികളെക്കാളും കൂടുതൽ ശമ്പളം നമുക്ക് സിനിമയിലുണ്ട്, പക്ഷേ ചില ജോലികളുടെ അത്ര ശമ്പളം നമുക്ക് സിനിമയിലില്ല. അങ്ങനെയാണ്. സിനിമയിൽ ശമ്പളം വാങ്ങുന്നതിനേക്കാളും വേറെ കോർപ്പറേറ്റിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ കാണുമായിരിക്കും. സെക്യൂരിറ്റിയുടെയും ഡിഫറൻസ് ഉണ്ട്. അപ്പം പക്ഷേ എന്നാലും ഈ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ. പക്ഷെ ഞാൻ മോസ്റ്റ്ലി അത് അത്ര ബോധേഡല്ല. ഞാനിപ്പം ഒരു ഓട്ടോ വിളിച്ച് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ പോകാനോ ഒന്നും എനിക്ക് ഐ മീൻ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ ഓട്ടോ ഒക്കെ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് അങ്ങനെ ഒരു ഐ ഡോണ്ട് കെയർ, ഐ ഡു വാട്ട് ഐ ഹാവ് ടു ഡു. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ ഫോഴ്സസ് അസ് ടു ബി ദിസ് വേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ലൈക്ക് യു സെഡ് എപ്പോഴും ഒരു സീസണലിലാണല്ലോ. അപ്പം ഹൗ ഡു യു മാനേജ്, എങ്ങനെയാണ് ഫിനാൻസസ് ഒക്കെ മാനേജ് ചെയ്യുക സാധാരണ? ഫിനാൻഷ്യൽ എനിക്ക് ഐ ഡോണ്ട് സ്പെൻഡ് എ ലോട്ട്. എനിക്കങ്ങനെ ഭയങ്കര സ്പെൻഡിങ് ഇതില്ല, ഒരുപാട് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പിശുക്കിയല്ല. അതായത് ഇപ്പം ഞാനൊരു ജോലി എടുത്തിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനായി പണിയെടുക്കുന്നത്,
കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചത്തുപോകും. അപ്പം അതുവരെ ഉള്ളൊരു ജീവിതം നമ്മൾ ഹാപ്പിയായി ജീവിക്കാനാണല്ലോ വാട്ട് വി ആർ ഡൂയിങ്. സോ ഐ എൻജോയ് മൈസെൽഫ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഒരു 10 days ഇഫ് ഐ എം നോട്ട് വർക്കിംഗ്, അതിലൊരു 3 days ആയിരിക്കും ഞാൻ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ പുറത്ത് കാണുന്നത്. ബാക്കി 7 days ഐ വിൽ ബി അറ്റ് ഹോം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ ഐ എം ഗുഡ് അറ്റ് സേവിങ് ഫ്രം ദി ബിഗിനിങ്. എൻ്റെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ തന്നെ ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് എനിക്കറിയാം ഇപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം പൈസക്ക്. ഇപ്പം തന്നെ ഐ ഹാവ് മൈ ഓൺ ഹൗസ്. എന്നെ ചവിട്ടി പുറത്താക്കാൻ പറ്റാത്തൊരു സ്ഥലം എനിക്കുണ്ട് ഈ ലോകത്ത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള രീതികളിൽ ഞാൻ കുറച്ച് ഫസ്റ്റ് തന്നെ നമ്മുടെ കാര്യങ്ങൾ സെക്യൂർ ചെയ്ത് വെച്ച് ബാക്കി പൈസയ്ക്ക് നമുക്ക് എന്തും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സെയിം ഹിയർ. സെയിം യു ഓൾസോ സെയിം അല്ലേ? ഞാൻ എല്ലാ മന്തും കറക്റ്റായിട്ടൊരു സേവിങ്സ് ഉണ്ട്, ബട്ട് അത് അതേപോലെ തന്നെ എക്സ്പെൻസസും ഉണ്ട്. ലൈക്ക് അത് ബാക്കിയുള്ള എമൗണ്ട് ഫുൾ ചിലവാക്കാനാണ്. പക്ഷെ ആ ഒരു ഇത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും, അത്രേ. ഇപ്പം വീട് വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഐ തിങ്ക് മാരേജിന് മുന്നേ ആയിരുന്നു അല്ലേ? അപ്പം മാരേജ് കഴിയുന്നതിന് മുന്നേ വീട് വേണം അങ്ങനെയൊക്കെ തിങ്കിങ് ഉണ്ടായിരുന്നു. എനിക്കത് ചെറുപ്പം നമുക്കറിയില്ലല്ലോ നമ്മൾ ആരെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്, അതായത് ഒരു പ്രായം വരെ. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ശരിയല്ലെങ്കിൽ നാളെ മേലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകാനൊരു സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ദീപക്കേട്ടനെ കാണുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കല്യാണത്തിന് മുമ്പ് സ്വന്തം, അതുകൊണ്ട് മാത്രമല്ല ഐ വാണ്ടഡ് ടു ഹാവ് മൈ ഓൺ സ്പേസ് എന്നുള്ളത്. അപ്പം എനിക്കൊരു കുഞ്ഞു വീടാണെങ്കിലും ഐ വാണ്ടഡ് മൈ ഓൺ പ്ലേസ് എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു, എനിക്ക് ഫസ്റ്റ് പൈസ ആകുമ്പോൾ ഫസ്റ്റ് വീട് വെക്കണം എന്നുള്ളൊരു സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഐ ഓൺലി ഹാഡ് 15,000 rupees ഇൻ മൈ അക്കൗണ്ട്. പക്ഷേ അതിനു രജിസ്ട്രേഷൻ അവർ ഫസ്റ്റ് ടോക്കൺ വാങ്ങുന്നത് 25,000. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച ചെയ്യാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും അടുത്ത ആഴ്ച പൈസ വരും. പക്ഷേ ഐ ഹാഡ് ലൈക്ക് പ്രോജക്ട്സ് കമ്മിങ് ഓൺ. എനിക്ക് അറിയായിരുന്നു എനിക്ക് പൈസ വരും എന്നുള്ള, അല്ലാണ്ട് ഞാൻ വെറുതെ പോയി ചെയ്തതല്ല. ലോൺ എടുത്തിരുന്നു, അങ്ങനെ ലോൺ എടുത്തിരുന്നു, ലോണും ഉണ്ടായിരുന്നു. ലോണൊക്കെ നോർമലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നോ? ബിക്കോസ് ഒരു നമുക്ക് ഫിക്സഡ് ഇൻകം ഇല്ലാത്തതുകൊണ്ട് അവർ ലോൺ തരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ പേർക്കാ ലോൺ എടുത്തത്. മൈ മോം ഇസ് സ്റ്റിൽ വർക്കിംഗ്. അപ്പം അമ്മയുടെ പേർക്ക് ലോണും അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് പോകുന്നത് എൻ്റെ അക്കൗണ്ടിലും. നമ്മുടെ ഫാമിലി ബാങ്ക് പോലെയാണ് ഫെഡറൽ ബാങ്ക്. അത് അഡ്വർടൈസ്മെൻ്റ് ആയി പോകും. നമുക്കൊരു ഫാമിലി ബാങ്ക് പോലെ എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളൊരു ബാങ്ക് ഉണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാർ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പം അവർ വർഷങ്ങളായി നമ്മൾ NRIs ആയിരുന്നല്ലോ, നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഇതുപോലെ അമ്മയുടെ പേർക്കാണ് ലോൺ എടുത്തത്. പേയ്മെൻറ്റൊക്കെ ഞാനാണ് ചെയ്തത്. അങ്ങനെ അപ്പം പക്ഷേ ലക്കിലി പറഞ്ഞ പോലെ ഞാൻ തന്നെ ചിലപ്പം ചിന്തിക്കും എവിടെ നിന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഗുഡ് ഫ്ലോ ഹാഡ് അതുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. കറക്റ്റ് ഇങ്ങനെ ഓരോ സിനിമകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ പേയ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ലോണിലും നമ്മളൊരു ഇത്രയല്ലേ ലോൺ എടുക്കുള്ളൂ, ഇത്രയും പിന്നെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഇതും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേയ്മെൻറ്റ്സ് ലക്കിലി വാസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് ഇത് ഉള്ളതുകൊണ്ട് ഇവിടെ എൻ്റെ ജീവിതം ടൈറ്റായി ജീവിക്കേണ്ടിയും വന്നിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഷോപ്പിങ്ങും കാര്യങ്ങളും എക്സ്പെൻസും ഒക്കെ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ഞാനിപ്പം അതാ പറഞ്ഞത്, ഞാനിപ്പം കുറേയും കൂടെ ഹാപ്പി സെക്യൂർഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. ഇപ്പം സ്പെൻഡിങ് ഹാബിറ്റ്സ് ഒക്കെ മാരേജിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ അതോ സെയിം തന്നെയാണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല അങ്ങനെയില്ല. എനിക്ക് ആക്ച്വലി മാരേജിന് ശേഷം വലിയ ലൈഫിൽ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതിന് മുന്നേ നമ്മൾ കൂടുതലും ചിലപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുമല്ലോ, അത് ചേഞ്ച് ആയിട്ടുണ്ടോ? ലൈക്ക് ഓൾ ഹീ സപ്പോർട്ട് ഇറ്റ്സ് എ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ബൈയിങ് എ കാർ ഓർ ഐ വോണ്ട് ടു അങ്ങനെ ഒരു ലാൻഡ് അല്ലെ അങ്ങനെയൊക്കെ വാങ്ങണമെങ്കിൽ ഒബ്വിയസ്ലി വിൽ ഹാവ് എ ഡിസ്കഷൻ. മുമ്പ് എനിക്ക് മേ ബി ഐ വുഡൻ നീഡ് ദാറ്റ്. എന്നാലും ഐ വിൽ ഹാവ് ടു ടെൽ മൈ പേരൻസ്. അപ്പം അതിപ്പം എൻ്റെ ഹസ്ബൻഡ് ആയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എഗെയിൻസ്റ്റ് ആസ് ലോങ് ആസ് ഐ എം സ്റ്റിൽ ഏർണിങ് അതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പം ബിക്കോസ് ഈവൺ ഐ എം ഏർണിങ്, ഹി ഈസ് ഓൾസോ ഏർണിങ്. സോ ഐ ഹാവ് ഓൾ റൈറ്റ് ടു സ്പെൻഡ് മൈ മണി, ഹി ഹാസ് ഓൾ റൈറ്റ് ടു സ്പെൻഡ് ഹിസ് മണി. പിന്നെ നമ്മൾ മാരീഡ് ആയത് കാരണം വിൽ കോ ഹെൽപ്പ് ഈച്ച് അതർ ഓൾസോ. അങ്ങനെയുള്ളൊരു ടേംസിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി നാളെ മേലാൽ കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് മതി ഇനി ദീപക്കാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും മൈ മണി ഈസ് മൈ മണി, യുവർ മണി ഈസ് ഓൾസോ മൈ മണി. ആ ഒരു ടേമിൽ പോകുന്നിടത്തോളം ഇറ്റ്സ് ഓക്കെ. അല്ല ഇനി അത് ഈ ഒരു ടേം മാറുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ബട്ട് ഇതുവരെയ്ക്കും ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്.
ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വി ഡോണ്ട് ഫീൽ ലൈക്ക് ഒരു കല്യാണം കഴിഞ്ഞ 2 പേര്, ഒരു ഭാര്യ ഭർത്താവിൽ ഉൾപ്പെടെ വി സ്റ്റിൽ ഫീൽ ലൈക്ക് ഞങ്ങൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളൊരു ആ ഒരു സംഭവമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ആകുമ്പോഴായിരിക്കും അതിനൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതായിരിക്കും നമ്മൾ മേ ബി കുറേ നാൾ ആ ഡേറ്റ് ചെയ്തിരുന്ന അതേ ഒരു ഫോർമാറ്റിലായിരിക്കും ഇപ്പോഴും മേ ബി പോകുന്നത്. അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് ദാറ്റ് ഇപ്പം നമ്മുടെ ഫാമിലിയും കൂടെ ഇൻവോൾവ് ആണ്. മുമ്പ് ഇപ്പം ദീപകേൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ സംസാരിക്കാറില്ല. ഇപ്പം എനിക്ക് ദേ ആർ ഓൾസോ മൈ ഫാമിലി എന്നുള്ളൊരു അവരെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ വിളിച്ച് ദീപകേൻ്റെ ആ ഒരു ഇത് വന്നു എന്നല്ലാതെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ഇടയ്ക്ക് പറയുമ്പോഴൊക്കെ ഇങ്ങനെ വൈഫ് എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നല്ലാണ്ട് ഡസൻ ഫീൽ മച്ച് ഡിഫറെൻറ്റ്. പുതിയൊരു ജ്വല്ലറി ബ്രാൻഡ് യു സ്റ്റാർട്ടഡ് അല്ലേ, ഋതു ജ്വൽസ്. സോ അതിലോട്ട് എങ്ങനെ വന്നത്? ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഇതും കൂടെ വേണം എന്നുള്ളൊരു ഫീലിങ്ങിലാണോ? ഞാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണോ എന്ന് എനിക്കറിയില്ല. ആസ് ലോങ് ആസ് ഞാൻ സിനിമയിൽ ഡിസിഷൻ എടുക്കാത്തിടത്തോളം ഐ എം സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ അതർ പീപ്പിൾ ടു ചൂസ് മീ. അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഡിപ്പെൻഡ് ഓൺ സിനിമ കംപ്ലീറ്റ്ലി. അപ്പോൾ ഐ വാണ്ടഡ് ആൻ ഇൻകം ഔട്ട്സൈഡ് സിനിമ. അപ്പം അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഷീ ഓൾറെഡി ഹാഡ് എ ബ്രാൻഡ് ഋത്വ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എപ്പോഴും കൊളാബറേറ്റ് ചെയ്ത് ക്ലോത്തിങ് ബ്രാൻഡാണ്. എൻ്റെ എല്ലാ ഇവൻറ്റ്സിലും മോസ്റ്റ്ലി 80% ഓഫ് മൈ ഇവൻറ്റ്സ് ഐ യൂസ്ഡ് ഹെർ ക്ലോത്ത്സ്. അങ്ങനെയാണ്. സോ ഷീസ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കൂടെയാണ്. ദീപകേൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഹെർ ഹസ്ബൻഡ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങനെ പുള്ളിക്കാരിയാണ് ഈ ഒരു തോട്ട് ഇപ്പം ഇങ്ങനൊരു ബിസിനസ് ചെയ്താലോ ഒരു ജ്വല്ലറി ബ്രാൻഡ്. ബിക്കോസ് ദെൻ എല്ലായിടത്തും ജ്വല്ലറിയും ഓൺലൈൻ ജ്വല്ലറിയൊക്കെ ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുക. അപ്പം വൈ ഡോണ്ട് യു ഓൾസോ ജോയിൻ എന്നുള്ള രീതിയിൽ ഷീ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇറ്റ്. സോ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാണ്ടഡ് ടു ജോയിൻ. അങ്ങനെ ജോയിൻ ചെയ്തൊരു ഇതാണ്. ഇറ്റ്സ് ഗോയിങ് വെൽ. യുവർ ഫോളോവർ ബേസ് ഹാസ് ഹെൽപ്ഡ് അല്ലേ ഈ ഒരു? അതെ 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 അതെ. എപ്പോഴും ഈ ഫോളോവർ എന്നുള്ള ആ ബേസ് ഹൗ ജെന്യുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ജെന്യുവിൻ ആണ് അതോ ഫേക്ക് ആണോ കുറേ ഉള്ളത് ഒരു ഫോളോവർ ബേസ് എന്ന് പറയുന്നത്? എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിൽ പോലും പൈസ കൊടുത്ത് ഫോളോവേഴ്സിനെ കയറ്റുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതെ ഗ്രാജ്വലി 10K മറ്റേ 50K 100K 150K എല്ലാം ഇങ്ങനെ നോക്കിയാണ് ഇപ്പോൾ ഒരു 1.6 മില്യൺ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടുള്ളത്. ആൻഡ് അതിൽ എത്ര ഫേക്ക് എത്ര റിയൽ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഗ്രാജ്വലി ഉണ്ടായ ഒരു ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ അത് ഈ 1 മില്യൺ അടിക്കുമ്പോഴുള്ള സന്തോഷവും 1.5 അതെല്ലാം ഞാൻ ഇങ്ങനെ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ സ്ലോ പ്രോസസ്സിൽ അനുഭവിച്ചാണ് ഇവിടെ എത്തിയത്. ഞാൻ എന്നൊരിക്കൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിനെ പബ്ലിക് ആക്കാമെന്ന്. ആ അക്കൗണ്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അന്നാക്കിയ അക്കൗണ്ട് തന്നെ. ആ അക്കൗണ്ടിൽ ഗ്രാജ്വലി ഉണ്ടായ ഗ്രോത്ത്. അപ്പോൾ പണ്ടെടുത്ത ചില ഫോട്ടോസൊക്കെ ഞാൻ ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയൊരു ഇവിടെ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ എത്തിയേക്കുന്നു. അപ്പം സോ ഐ റിയലി ഡോണ്ട് നോ. പക്ഷേ ഡെഫിനറ്റ്ലി അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം കുറേ കാലമായിട്ട് ഇപ്പം ഈവൻ ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായത് കാരണം നമുക്ക് പറ്റിച്ചാലും നമുക്ക് ഓടിപ്പോകാൻ പറ്റില്ലല്ലോ, ഒളിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ ആൾക്കാരെ മുന്നിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് അൺകോൺഷ്യസ്ലി ഒരു ട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബ്രാൻഡിനോട്. ബിക്കോസ് ഓൾറെഡി യു ആർ എൻ ഇൻഫ്ലുവൻസർ, യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പം അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ഇത് തുടങ്ങുമ്പോഴും ഇറ്റ് ഇസ് ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും വേണ്ടി വന്നിരുന്നോ? എന്ത് ചെയ്തിരുന്നു? ബിക്കോസ് നമ്മളൊരു ഫിസിക്കൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിലും നമ്മളത് ആസ് ഓഫ് നൗ വി വാണ്ടഡ് ടു സീ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു നമ്മുടെ സ്റ്റോക്കിൻ്റെ മാത്രമുള്ളൊരു പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. സ്റ്റോക്കും അതിൻ്റെ പാക്കേജിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ. അല്ലാണ്ട് ഒരു ഫിസിക്കൽ സ്റ്റോറിൻ്റേതായിട്ടുള്ളൊരു വലിയ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ബട്ട് യെസ്, എല്ലാ ബിസിനസ്സിനും ഒരു കുട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ള പോലെ നമ്മുടെയും ഒരു കുട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം ഇൻഡസ്ട്രി ടഫർ ആൻഡ് ടഫർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ ഹൗ എങ്ങനെയാണ് ഇതിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ തന്നെ? ഓർ നമ്മൾക്ക് റോൾസിന് വേണ്ടിയിട്ട് വി ഹാവ് ടു കീപ്പ് ഓൺ നമ്മൾ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടോ? എങ്ങനെയാണ്? ഹൗ ഇസ് ഇറ്റ്? ഐ റിയലി ഡോണ്ട് നോ.
ഐ ഹവ് ആക്ച്വലി നോട്ട് ക്രാക്ഡ് ഇറ്റ്. ആ സംഭവം എന്താണെന്ന് എനിക്കും ഇതുവരെ വലിയ ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് ലക്കിലി മുന്നോട്ട് പ്രോജക്ട്സ് ഉണ്ട്. ലൈക്ക് ഒന്ന് കഴിഞ്ഞ് ഇനി ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നിടത്ത് ഐ വിൽ ഗെറ്റ് സം ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഞാനൊരു കന്നഡ പ്രോജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഐ ഡോണ്ട് നോ അതെങ്ങനെ ആവും എന്താണെന്നുള്ളതൊക്കെ സെക്കൻഡറി. പക്ഷേ എൻ്റെ ഒരു 100% കൊടുത്ത് ആ ഒരു ചെയ്യുന്ന ക്രൂവിനും ഒരുപാട് ഹോപ്പുള്ളൊരു സിനിമയാണ്. അപ്പം അത് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ഓരോന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഫേമസ് ആവാനും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ചെയ്യാനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചാലും നമ്മൾ ഫെയിമാണ്. അങ്ങനെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാർ മാത്രമല്ല ഇപ്പം ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പം ബുദ്ധിയുള്ളവരും ഫേമസ് ആണ്, മണ്ടന്മാരും പൊട്ടന്മാരും. അതായത് ഇതൊക്കെ ഈ സോഷ്യലി ഇൻകറക്റ്റ് ആണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ നോർമലി സംസാരിക്കുന്ന ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് അങ്ങനെയും കോമാളിത്തരം കാണിക്കുന്നവർ പോലും ഇപ്പം ഫേമസ് ആണ്. സോ അങ്ങനെ ഇപ്പോൾ ഫേമസ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം ഇല്ല. പിന്നെ ചാൻസ് ചോദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ചാൻസ് ചോദിക്കാം. നമുക്ക് പരിചയമുള്ളവരോടും അപ്രോച്ചബിൾ ആയിട്ടുള്ളവരോടും എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആപ്റ്റായി തോന്നുവാണെങ്കിൽ വിളിക്കണേ, അല്ലെങ്കിൽ ഓഡിഷൻസ് ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറയാം. അങ്ങനെയൊക്കെ. ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്ന ടൈമിൽ ഇപ്പം എന്തൊരു മിസ്റ്റേക്കാണ് യു തിങ്ക് ഞാൻ ചെയ്തു, ബട്ട് ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ, അല്ലെങ്കിൽ ഇനി വരുന്നൊരു ഒരു ജനറേഷൻ അല്ലെങ്കിൽ മൂവി ആസ്പയറിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടില്ല, ഓക്കെ ദിസ് ഇസ് വാട്ട് യു ഷുഡ് ബി, നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് യു തിങ്ക് ആസ് എ പേഴ്സൺ ഇൻ ദിസ് ഇൻഡസ്ട്രി? ഞാൻ ഇതുവരെ ചെയ്തതൊന്നും ഐ നെവർ ഫെൽറ്റ് ഇറ്റ് ആസ് എ മിസ്റ്റേക്ക്, ടു ബി ഓണസ്റ്റ്. ഞാനിങ്ങനെ ഈ സിനിമയിൽ ജീവിതത്തിൽ കുറേ തെറ്റുകളും നല്ലതും മോശമായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കാണും. പക്ഷെ സിനിമയ്ക്കകത്ത് വന്നിട്ട് ഞാൻ ചെയ്തത് ഭയങ്കര വലിയ തെറ്റായിപ്പോയി എന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ വന്ന റൂട്ട് ഭയങ്കര കറക്റ്റായിരുന്നു. എൻ്റെ ഫസ്റ്റ് സിനിമ സത്യൻ സാറായിരുന്നു, സെക്കൻഡ് സിനിമ വിനീതേട്ടനായിരുന്നു. പിന്നെ അവിടുന്ന് വന്നതെല്ലാം എനിക്ക് ഉണ്ടായതെല്ലാം അവിടുന്ന് ഒരു ബെറ്റർ, അല്ലെങ്കിൽ അവരുമായിട്ടും നമ്മുടെ ഒരു എനിക്ക് മനസ്സിലായല്ലോ ഇതാണ് എന്നുള്ള എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഓൾറെഡി സെറ്റായിരുന്നു. അപ്പം അതിനേക്കാളും മുകളിലേക്കാണ് ഞാൻ അതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പം ഇനി സിനിമയിലേക്ക് വരുന്നവർ ചിലപ്പം ഒരു ബിഗിനിങ് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ വാല്യൂ അറിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യുന്നതൊരു വർക്ക്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സിനിമ ഉണ്ടാക്കുന്നവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ ആർട്ട്, ഒബ്വിയസ്ലി ഇറ്റ്സ് എൻ ആർട്ട്. അത് നമ്മൾ കലയാണ്, ആ കല വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൈസ ചോദിക്കാനുള്ള മടി, നമ്മൾ ചെയ്ത ജോലിക്ക് കറക്റ്റായിട്ട് റെമ്യൂണറേഷൻ വാങ്ങിച്ചു തന്നെ ചെയ്യണം, ബിക്കോസ് ഇറ്റ്സ് യുവർ ജോബ്. അപ്പം എനിക്കൊന്ന് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നവർക്കൊക്കെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പൈസ ചോദിക്കാമോ എന്നുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഏണാണ് ചെയ്യുന്നത്. എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ആർ ഓൾസോ ഡൂയിങ് വാട്ട് യു ലവ് എന്നുള്ളതുകൊണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല ടീമിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പൈസ കൊടുത്ത് അഭിനയിക്കണം എന്ന് പറയുന്നത് ഇസ് നോട്ട് റൈറ്റ്. അങ്ങോട്ട് പൈസ കൊടുത്ത് ചാൻസ് തരാം എന്ന് പറയാം. അങ്ങനെ കുറേ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പൈസ കൊടുത്തിട്ട് ചാൻസ് തരാം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല സിനിമയിലുള്ള ആരും ഇങ്ങോട്ട് പൈസ വന്ന് അഭിനയിപ്പിക്കുന്നത് അത് കറക്റ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതിൽ പെടാതിരിക്കുക, അങ്ങനെയൊക്കെ. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ പോലൊരു സെക്ഷനാണ്, ഓക്കെ. അപ്പോൾ ഇതിൽ ഐ വിൽ ബി ആസ്കിങ് ദീപക്കുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്, ഓക്കെ. അപ്പോൾ ഈവൻ ഇഫ് ഹീ ഈസ് നോട്ട് ദെയർ വിത്ത് us ടുഡേ, അതിനു മുന്നേ ആക്ച്വലി എൻ്റെ അമ്മ ഭയങ്കര മൂവി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ എപ്പോഴും മൂവി കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഫാമിലിയാണ്, എല്ലാ മൂവിയും നമ്മൾ കാണും. അപ്പോൾ ദീപക് ഇനീഷ്യലി മൂവിയിൽ വന്ന ടൈമിൽ ഒരു ദിവസം അമ്മ A to Bയിൽ വെച്ചിട്ട് ഇങ്ങനെ ദീപകിനെ കണ്ടു. അപ്പോൾ ആക്ച്വലി ഹി വാസ് നോട്ട് അത്ര ഫേമസ് ആയിട്ടില്ല. അപ്പോൾ പക്ഷെ അമ്മയ്ക്ക് ഇതെല്ലാം വായിക്കുന്നതുകൊണ്ട് അറിയാം. അപ്പോൾ അമ്മ കണ്ടപ്പം ചെന്ന് ചോദിച്ചു ദീപക് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അല്ലേ. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ സ്റ്റിൽ ദേ നോ ബൈ നെയിം നമ്മളെ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് അമ്മ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോർ ഷുവർ ഹിൽ ബി വെരി ഹാപ്പി. ബിക്കോസ് എന്നെക്കാളും ഒരു 1000 ടൈംസ് സ്ട്രഗിൾ ചെയ്ത് ഡ്രീം ചെയ്ത് സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അതും ആരോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളതിലുപരി ദീപക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫീൽ വുഡ് ബി വെരി ഡിഫറെന്റ്. ഐ തിങ്ക് ഹി വുഡ് ഹാവ് ബീൻ ഓൾസോ വെരി ഹാപ്പി. അപ്പോൾ റാപ്പിഡ് ഫയർ ആണ്. അപ്പം ഹൂ ഇസ് ബെറ്റർ എന്നുള്ള ഒരു തിരിച്ച് വീട്ടിൽ പോകണം. ഹൂ ഇസ് ബെറ്റർ അറ്റ് സേവിങ് മണി? ബോത്ത് ഓഫ് us. അങ്ങനെ പറയാലോ. ബോത്ത് ഓഫ് us. Who is more careful before making a big purchase? Him. Who gets more stressed out about money? Both of us. Who checks bank balance ഇടയ്ക്കിടയ്ക്ക്? ഞാനായിരിക്കും. Who tracks expenses more seriously? ഞാനായിരിക്കും. Expenses കൂടുതലും. Who controls shopping better? ഞാൻ ഐ ഡു ഷോപ്പ്. പക്ഷേ ഇപ്പോൾ ചെറിയ കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് തരാൻ പറഞ്ഞാൽ ഒരു ഇത്രയും ഇതെന്തിനിപ്പോൾ ഇത് രണ്ടുപേരല്ലേ ഉള്ളു, ഇനി നീ പോയി വാങ്ങിച്ചാൽ മതി. അപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് അങ്ങനെ വാങ്ങിക്കുള്ളൂ. സോ അതൊരു സ്മോൾ എക്സാമ്പിൾ. Who is more emotional? ഞാൻ. If cinema didn't happen, what would you both be? We both don't have any other, we both don't know anything else to do. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും, ദീപകേടൻ ജീവിക്കുകയില്ല. ദീപകേടൻ ഇടയ്ക്ക് സ്വപ്നമൊക്കെ കാണും, അയ്യോ സിനിമയില്ല അങ്ങനെയൊക്കെ. ഐ ഡോണ്ട് തിങ്ക് ഹീ ക്യാൻ സർവൈവ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കും. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. സോ ഇപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ സെക്ഷൻ തീർന്നു. സോ ഇപ്പം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇപ്പം രണ്ട് പേരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പം ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നത്? ചിലപ്പം ചില ആൾക്ക് കൂടുതൽ വർക്ക് കിട്ടാം, ചില ആൾക്ക് കുറവ് കിട്ടാം. ആ ഒരു ഈഗോ, അങ്ങനത്തെ പല കാര്യങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. സോ ഹൗ ഡു യു കോംപ്ലിമെൻ്റ് ഈച്ച് അതർ, അല്ലെങ്കിൽ ഹൗ ഡു യു മാനേജ്? നമ്മൾ രണ്ടുപേരും ഒന്നാന്ന് വിചാരിച്ചാലുള്ള അത്രയേ ഉള്ളൂ. ലൈക്ക് ഇഫ് ഹി ഗെറ്റ്സ് എ ജോബ്, ഹായ് നല്ല നമ്മുടെ വീട്ടിലേക്കാണല്ലോ എന്നുള്ളത്. ജസ്റ്റ് ബി ഹാപ്പി ഫോർ ഈച്ച് അതേഴ്സ് ഗ്രോത്ത്. അങ്ങനെയാണ്. ഇപ്പം ഇഫ് ഹി ഗെറ്റ്സ് എ ഗുഡ് മൂവി, ഐ എം വെരി ടോട്ടൽ ഐ എം പ്രേയിങ് ടു ഗോഡ് ദറ്റ് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ ഹീസ് വെരി എന്താ പറയുക, നല്ല സിനിമകളുടെ ഇപ്പം എനിക്ക് ഏതെങ്കിലും പടങ്ങളുടെ അപ്രിസിയേഷൻ കാര്യങ്ങൾ, ഹീസ് ഓൾസോ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ അങ്ങനൊരു ഈഗോ ഇതിൻ്റെ പേരിൽ വരാറില്ല. നമ്മൾ ബോത്ത് ഓഫ് us ആർ ഹാപ്പി ഫോർ ഈച്ച് അതർ. അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പു ഫോർ കമ്മിങ് ടു ദ ഷോ. ഐ വാസ് വെരി കീൻ ടു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഭയങ്കര നന്നായിട്ട് വൈബ്രൻ്റ് ആയിട്ട് തന്നെ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.